വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ അങ്ങനെ കുറേ നാളും കൂടി കഴിഞ്ഞാണ് ഞാൻ ബൈക്ക് എടുത്ത് റൈഡിന് പോകാൻ പോകുന്നത്. സോ ബൈക്കിനാണെങ്കിലും ചെറിയ കുറച്ച് മെയിൻ്റെനൻസ് പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇന്നലെ ടയറിന് ഒരു മുട്ടം പണി കിട്ടിയായിരുന്നു. അങ്ങനെ ഒരു ട്യൂബൊക്കെ മാറേണ്ട ഇപ്പോൾ ഒരു അവസ്ഥയാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ ഒരു ബോൾട്ട് കയറിയായിരുന്നു. അത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ആ ബോൾട്ട് എവിടെ നിന്നാണോ അതൊക്കെ കയറിയ ഒരു ഐഡിയ ഇല്ല. സോ ഇപ്പോൾ ഞാൻ ലേറ്റ് ആവാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് സോന ഹിൽസിൽ. ബൈക്ക് കോൾ സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ ഇന്ന് വേറെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. സോ പുള്ളിയായിട്ടാണ് നമ്മൾ പോകുന്നത്. പുള്ളിക്ക് അഡ്വഞ്ചർ 390 ഉള്ളത് ട്യൂബിൻ്റെ. പിന്നെ ഇവിടെ വെട്ടമില്ല. എന്നാൽ നമുക്കിനിയിപ്പോൾ നേരെ റോഡിൽ വെച്ച് തന്നെ കാണാം. സോ ഗൈസ്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഇന്ന് ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. സോ പുള്ളി ബേസിക്കലി സൗത്തിൽ നിന്ന് തന്നെയാണ്. പുള്ളിൻ്റെ നാട് ചെന്നൈയിലെങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത്. സോ പെട്ടെന്ന് സഡൻലി ഇട്ടൊരു പ്ലാൻ എൻ്റെ മൈൻഡിനകത്തുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും ഒരു പ്രാവശ്യം പോകണമെന്ന്. സോ കാരണം ഡൽഹിയിൽ വേറെ അങ്ങനെ അടുത്ത് സ്പോട്ടെങ്ങും ഇല്ല. നമുക്ക് എപ്പോഴും ബൈക്കുമായിട്ട് റൈഡ് പോകാൻ പറ്റുന്ന ആകെ ചുരുക്കം കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. സോ എൻ്റെ ഫ്രണ്ടിലൊരു റൈഡർ പോകുന്നുണ്ട്. പുള്ളി എവിടുന്നോ ലോങ് അടിച്ച് വരികയാണെന്ന് തോന്നുന്നു, ബാഗൊക്കെ കെട്ടി. സോ നമ്മുടെ മീറ്റപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാനും ആ പുള്ളി മാത്രമേ ഉള്ളൂ, രണ്ടുപേരും. പുള്ളീൻ്റെ കയ്യിൽ അഡ്വഞ്ചർ 390. സോ ഞങ്ങൾ ത്രോട്ടൽ ഷോട്ടിൽ മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് പോകാനായിട്ടാണ്. പുള്ളി വരുന്നത് ഫരീദാബാദ് സൈഡിൽ നിന്ന്. സോ ഡൽഹി ഉള്ളവർക്ക് അറിയാം, ഫരീദാബാദ് ഡൽഹി അത്യാവശ്യം നല്ല ദൂരം തന്നെ ഉണ്ട്. ഒരു 35-40 കിലോമീറ്ററിൻ്റെ എങ്ങാണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. സോ പുള്ളി ആ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്ന് കാണാം. ഇപ്പം നമ്മളിതാ GFR റോഡ് എത്തി. പിന്നെ തണുപ്പത്ത് ഏത് സമയത്താണെങ്കിലും നമുക്ക് റൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഏർലി മോർണിംഗിൽ റൈഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുപോലത്തെ ഗിയേഴ്സ് വേണം. കാരണം ഈ സമയത്ത് ഡൽഹിയിൽ ഡിസംബർ മിഡ് ടു എൻഡ്, അല്ലെ പിന്നെ ഒരു ജനുവരി എൻഡ് വരെയൊക്കെ നല്ല തണുപ്പായിരിക്കും. രാവിലെയൊക്കെ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്തൊരു 6 to 8 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ആ സമയത്തൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നല്ല ജാക്കറ്റ് കാര്യങ്ങളില്ല, മനുഷ്യൻ്റെ ഒരു പരിഭവം. സോ ഇപ്പം പുള്ളി എന്നെ കോൾ ചെയ്തായിരുന്നു. പുള്ളി അവിടെ എത്തിയിട്ടുണ്ട്. സോ ഞാൻ പതിയാണ് പോകുന്നത്. അതൊക്കെ സ്പീഡൊന്നും എടുക്കുന്നില്ല. കാരണം ഇവിടെ അടുത്ത് തന്നെ വലിയ ദൂരമൊന്നുമില്ല. ഒരു മാക്സിമം 4 കിലോമീറ്റേഴ്സ് ഓർ സംതിങ്. സോ ഇപ്പോൾ സമയം 10:13 നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ക്ലൈമറ്റ് എന്ത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ എയർ ടെമ്പറേച്ചർ അപ്രോക്സിമേറ്റ്ലി 15 ഡിഗ്രി ആയിരിക്കണം. അതെ, 15 ഡിഗ്രിയാണ്. പിന്നെ എൻ്റെ കോൺസെപ്റ്റിന് ചെറിയ ഒരു കട്ടിയുണ്ട്, ഒരു ടൈറ്റ്നെസ് എവിടെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ 2-3 ഫ്രണ്ട്സിനും ഞാൻ ഇത് കൊടുത്തായിരുന്നു. അശോക് അവൻ ഓടിച്ചിട്ട് അവനും പറഞ്ഞ ചെറിയ എന്തോ ഉണ്ടെന്ന്. സോ ബേസിക്കലി റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്നുള്ള കോമൺ ഇഷ്യൂ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നാണ്. കാരണം ഇവിടെ ഒരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പിൻ്റെ അകത്തുനിന്ന് വെള്ളം പോയി കഴിഞ്ഞാൽ ബെയറിങ്ങിൽ റസ്റ്റ് പിടിക്കും. പിന്നെ ഇവർ യൂസ് ചെയ്യുന്ന ഗ്രീസ് ആണെങ്കിലും ഏതോ ലോ ക്വാളിറ്റി ഗ്രീസാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും വ്ളോഗിൽ പറയണ്ടെന്ന്. പിന്നെ ഞാൻ ആലോചിച്ച് ഈ പ്രാവശ്യം പറഞ്ഞേക്കാന്ന്. ഇവർ യൂസ് ചെയ്യുന്ന ഒരു ലോ ക്വാളിറ്റി ഉള്ള ഏതോ ഒരു ഗ്രീസ്, ഒരു ബെയറിങ്ങുമാണ്. സോ ആ വെള്ളം അതെല്ലാം കൂടി കൂടുമ്പോഴത്തേക്ക് കൊറോഷൻ സംഭവിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു ബെയറിങ്ങിൻ്റെ റൊട്ടേഷൻ, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ആ റൊട്ടേഷനിൽ ബുദ്ധിമുട്ട് വരും. സോ അത് ഒന്നാമത്തെ കാര്യം, ഓടിക്കുന്ന റൈഡറിന് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവും ഓടിക്കുന്ന സമയത്ത് ഹൈ സ്പീഡിലൊക്കെ. എനിക്ക് നേരത്തെ പോലെ കോർണറിങ് ഒക്കെ ചെയ്യാനിപ്പം പേടിയാണ്. പിന്നെ അതുമാത്രമല്ല ടയറും അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് ഞാൻ ഈ മാസം കൊണ്ട് ട്യൂബ് എന്തായാലും മാറും. പിന്നെ അതാണ് ഈ ബെയറിങ്ങിൻ്റെ ഈ ഹാൻഡിൽ ഇഷ്യൂ എന്ന് ഞാൻ 2 പ്രാവശ്യം കൊണ്ടുപോയി കാണിച്ചു. അവരെന്താണോ ഇത്, ഒരു പ്രാവശ്യം എനിക്ക് കറക്റ്റായിട്ട് തോന്നി. അത് പിന്നെ ഒരു 5000 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിപ്പോഴത്തേക്ക് അത് പിന്നെ അങ്ങനായി. പിന്നെ എനിക്ക് ഒന്ന് കോൺസെപ്റ്റ് എങ്ങാണ്ട് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാക്സിമം 4000 കിലോമീറ്റർ എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. ഇനി എൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നതാണ്. സോ പിന്നെ ആ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ബെയറിംഗ് സെറ്റ് വരും. അതവർ ജപ്പാനിൽ നിന്ന് എങ്ങാണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അവരുടെ ഒരു സിലിക്കോൺ ആണോ നൈലോൺ ക്യാപ്പ് എങ്ങാണ്ടും ഉണ്ട്. അതിവിടെ ഡയറക്റ്റ് ഫിറ്റ്, അതിൽ നിന്ന് കുറച്ചും കൂടെ വലിപ്പമുണ്ട്. സോ നമ്മൾ പ്രഷർ വാട്ടർ വെച്ച് ഇങ്ങനെ കഴുകുന്ന സമയത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 ഏരിയ ഉണ്ട് ഈ ബൈക്കിനകത്ത്. നമ്മൾ വെള്ളം വെച്ച് കഴിയുമ്പോൾ അധികം വെള്ളം അങ്ങോട്ട് ചീറ്റിക്കാനുള്ള പ്രഷർ കൊടുക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഈ കോൺസെപ്റ്റ്, അത് നിങ്ങൾ എന്തായാലും നോക്കണം. പിന്നെ ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ്റെ ഒരു ഷൂ മൗണ്ട് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്നുണ്ടായിരിക്കും. സോ അവിടെ നമ്മൾ കൂടുതൽ പ്രഷർ ഇട്ട് കഴിയാൻ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രീസ്, അവർ യൂസ് ചെയ്യുന്ന ഗ്രീസ് ഏതാണോ ഒരു കൊള്ളാത്തൊരു ഗ്രീസും ഉണ്ട്, അത് പെട്ടെന്ന് കട്ടിയായി പോകും. സോ എപ്പോഴും ഒരു 500-1000 കിലോമീറ്റർ കഴിഞ്ഞ് പോയി ഗ്രീസ് ചെയ്യിപ്പിക്കുന്നത്, അത്ര സമയം ആർക്കിരിക്കുന്നത്. സോ ഞാൻ പറയും, നിങ്ങൾ ഒന്നെങ്കിൽ ഒരു വാട്ടർ പ്രൂഫ് ഗ്രീസ് വരും, മാത്രം കോസ്റ്റ്ലി ആയിട്ടില്ല, 800-700 ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഗ്രീസ് കിട്ടും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള. അത് മേടിച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല, ലോങ് ലൈഫും ഉണ്ട്. സോ ഞാൻ അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതുമാത്രമല്ല ബൈക്കിൽ തന്നെ കുറച്ച് മോഡ്സ് കൊണ്ടുവരാൻ പ്ലാനുണ്ട്. അല്ല മേജർ മോഡ്സ് അല്ല, എന്നാലും ഞാൻ എൻ്റെ പ്രിഫറൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇതിൽ നിന്ന് മാറ്റാനുണ്ട്. സോ അതൊക്കെ ഒന്ന് ഞാനിപ്പോൾ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്ക് സ്യൂട്ടബിളായിട്ടുള്ള, എൻ്റെ ബൈക്കിന് സ്യൂട്ടബിളായിട്ടുള്ള എന്തുവാന്ന്. കാരണം പലരുടെ റൈഡിങ് സ്റ്റൈൽ ഡിഫറെൻറ്റ്. സോ അതനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും അങ്ങനത്തെ വേണം വെക്കാൻ. സോ അതൊന്ന് കുറച്ച് ഫിഗർ ഔട്ട് ചെയ്ത് വരാൻ സമയമെടുക്കും. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളവിടെ ത്രോട്ടൽ ഷോട്ടിൽ എത്താറായി. ഓക്കെ, സോ മോശം റോഡുകൾ ഈ ബൈക്കിന് ഇഷ്ടമാണ്. സോ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട്. ബൈക്കും ഫ്യൂൽ ചെയ്യണം. ഇതിൻ്റെ ആണെങ്കിൽ പിന്നെ ഫ്യൂൽ മീറ്റർ ഞാൻ ഒട്ടും വിശ്വസിക്കാറില്ല. ഫുള്ളാണെങ്കിലും എം ടി ആണെന്ന് കാണിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഫ്യൂൽ മീറ്ററാണിത്. സോ ഗൈസ്, ഇപ്പം നമ്മൾ ഒരു ഗുഡ്ഗാവിൻ്റെ പ്രോപ്പർ ഗുഡ്ഗാവില്ലേ, സോ അതിൻ്റെ അകത്തെത്തി. ഇവിടെയാണ് ഫുൾ പണി നടക്കുക. സോ കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നതായിരുന്നു, ഒരു ഡിസംബർ എൻഡൊക്കെ ആയപ്പോഴത്തേക്ക്. അന്ന് കയ്യിൽ ഗോപ്രോ ഒന്നും ഇല്ല. പുറകെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഇരുത്തി അവൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ കൊടുത്താണ് അന്ന് മോട്ടോ വ്ളോഗൊക്കെ ചെയ്ത്. ആ സമയത്ത് ഈ പാലമൊന്നും ഇല്ലായിരുന്നു അന്ന്. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇതുവരെ തീർന്നിട്ടില്ല. സോ സോന 11 കിലോമീറ്റർ ഇവിടുന്ന്. അധികം ദൂരമൊന്നുമില്ല ഡൽഹിയിൽ നിന്ന്. അപ്രോക്സിമേറ്റ്ലി 50-55 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഇതൊന്ന് ഏത് സമയത്ത് വന്നാലും ഈ ട്രാഫിക് മോഡറേറ്റ് ആയിട്ടുള്ള, തീരെ രാവിലെ വരുവാണെങ്കിൽ അത്ര ട്രാഫിക് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ ഇവിടെ കൂടെ നിന്ന് ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഇരുന്ന് ഓടിക്കുമ്പോഴത്തേക്ക് ഒരു ഡിസ്കംഫേർട്ട്. കാരണം കുഴികളാണ് ഫുള്ള്. ഇങ്ങനെ നിന്ന് ഓടിക്കുമ്പോൾ നമ്മൾ പിന്നെ അത് അറിയത്തില്ല. സോ ഓൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റർ. അത് കഴിഞ്ഞ് പിന്നെ സോണ ഹിൽസ് എത്തും. അടിപൊളി ഹൈവേ, അടിപൊളി. എനിക്കൊന്ന് സോ പുള്ളി നല്ലതാണെന്ന് പറയരുത്, കാണാൻ കൊള്ളാം, കോംപ്ലിമെൻറ്റ്സ് ഒക്കെയാണ് കിട്ടുന്നത്. സോ ഞാൻ എന്താ പറയുന്നത്, ലാസ്റ്റ് ടൈം ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് ചെയ്യാൻ 3 hours. ഓക്കെ, 3 hours എടുത്തായിരുന്നു. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള റോഡ്സ് ആയിരുന്നു ഇങ്ങോട്ട്. എനിക്ക് ഫ്ലൈ ഓവർ ഒന്നും ഓർമ്മ പോലും ഇല്ല. ഏതോ ഒരു നോർമൽ വഴി എന്നുവെച്ചാൽ നിങ്ങൾക്ക് നേരെ കാണാമല്ലോ, അങ്ങനത്തെ ഒരു വഴി. അത് ഫുള്ളും ഇടിഞ്ഞും പൊളിഞ്ഞും ഒക്കെ ഇരിക്കുന്ന 2 lane റോഡായിരുന്നു. അത് ഇടയ്ക്ക് ഡിവൈഡർ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു റോഡിൽ നിന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്ത്. നേരത്തെ കൊള്ളാം, അടിപൊളി, ശരിക്കും ഇഷ്ടപ്പെട്ട്. സോ ഗൈസ്, ഫൈനലി സോണ ഹിൽസ് എത്തി. റോഡ് കണ്ടീഷൻസ് അത്ര നൈസ് അല്ല, ബട്ട് സീനില്ല. ഇവിടെ കോർണറിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ചരളുണ്ട്, വണ്ടി സ്ലിപ്പാവും.
സോ ഗൈസ് അങ്ങനെ ഇവിടെ സൂന എല്ലാം ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത്. ബേസിക്കലി ആ വ്യൂ പോയിൻ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ ഈ ബോർഡ് കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ കയറിയതാണ് ഞങ്ങൾ. അലച്ച് ഇവിടെ അത്യാവശ്യം ഓഫ് റോഡിങ് പാച്ചൊക്കെ കാണും, പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് ഫാം ഹൗസ്, ഓപ്പൺ ലാൻഡാണ്. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് അതിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ. हाँ एकदम सही है. ये ऐसे रखोगे. बैठो बैठो, बाइक पे बैठो एक बार. सुपर व्यू पे सुपर वाइड है, सीधा देखना. हाँ सही है सही है. സോ ഇപ്പോൾ ഇവിടെ നിന്ന് തിരക്കുവാണ്. പുള്ളീൻ്റെ ഗോപുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. സോ ഇനിയിപ്പം നമുക്ക് നേരെ ഹൈവേയിൽ കാണാം.